ഹലോ ഫ്രണ്ട്സ്. ഓണമൊക്കെ അടുത്തല്ലോ. എല്ലാവരും തിരക്കായിരിക്കും. എല്ലാവരും ഒരുക്കത്തിലൊക്കെ ആയിരിക്കുമല്ലോ. ഞാനും ഇന്ന് ഒരു ഉം, സദ്യ സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അവിയലിനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ സാധനങ്ങളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ക്ലീൻ ചെയ്ത് ഇനി നുറുക്കണം. കൂടുതൽ ഐറ്റങ്ങളും നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച ഫ്രഷ് വെജിറ്റബിൾ ആണ്. ചിലതൊക്കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതുമുണ്ട്. ഫ്രഷ് കിട്ടാത്ത ചില ഐറ്റങ്ങളൊക്കെ ഫ്രോസൺ വാങ്ങിയതുണ്ട്. ചേമ്പും കാച്ചിലുമാണ് ഫ്രോസൺ വാങ്ങിയത്. ചേന ചേർക്കുന്നില്ല. പുളിയുടെ ആവശ്യത്തിന് മാങ്ങയാണ്, പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. കുറച്ച് ടൊമാറ്റോയും പച്ച ടൊമാറ്റോയും ചേർക്കുന്നുണ്ട്. ഇനിയുള്ള ഐറ്റങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പം കാണിക്കുന്നതായിരിക്കും. ഈ പോട്ടിനകത്താണ് ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത്. അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് പയറുമണികൾ ഇടുന്നു. ഇത് ഓപ്ഷനിലാണ്. കുറച്ച് കരിയാപ്പില ചേർക്കുന്നു. ഇതിൽ അണിയൻ ആൻഡ് ഗാർലിക് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്തു. ഈ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനിയും വെജിറ്റബിളിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. ഇത്ര ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു സദ്യക്കുള്ള അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് അടച്ച് കുക്ക് ചെയ്യുന്നു. ചതച്ച് ചേർക്കാനുള്ള തേങ്ങയാണ് ഇരിക്കുന്നത്. മറ്റ് ഐറ്റങ്ങൾ ഒണിയനുണ്ട്, 2 അല്ലി ഗാർലിക്ക്, ജീരകം ഹാഫ് എ ടീസ്പൂൺ പൊടിച്ചിട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് മഞ്ഞളുമുണ്ട്. 4 കപ്സ് കോക്കനട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അവിയലിൽ തൈര് ചേർക്കത്തില്ല. അതുകൊണ്ട് കോക്കനട്ട് ഇച്ചിരി നല്ലതുപോലെ ചതയ്ക്കണം. ഓൾമോസ്റ്റ് അരയുന്നത് പോലെ അങ്ങനെയാണ് ഞാൻ ചേർക്കുന്നത്. അവിയൽ നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞിടുകയൊക്കെ ചെയ്യാം. പൊടിഞ്ഞു പോകരുത്. നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ സോൾട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അവിയലിന് ചതച്ച് വെച്ച തേങ്ങയിൽ കുറച്ച് കറിയാപ്പലയൂടെ ഇട്ട് ഇങ്ങനെ അതിലേക്ക് ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. പൊടിഞ്ഞു പോകാതെ വേണം അവിയൽ മിക്സ് ചെയ്യാൻ. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു, അഥവാ വെളിച്ചെണ്ണ. അവിയൽ റെഡി. സദ്യക്കുള്ള അവിയൽ റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.